ഹായ് ഓൾ, വെൽക്കം ടു K2 ലേണിംഗ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കൺസ്യൂമർ ഡിമാൻഡ് തിയറിയാണ്. അപ്പൊ കൺസ്യൂമർ ഡിമാൻഡ് തിയറിക്ക് ശേഷം നമുക്കിനി കാണേണ്ട എല്ലാ ഏരിയാസിന്റെയും നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് നമുക്ക് കാണാം. ആൻഡ് ഇലാസ്റ്റിസിറ്റി മെഷർ ദി സെൻസിറ്റിവിറ്റി ഓഫ് വൺ വേരിയബിൾ ടു ദി അനദർ. Specifically, it is a number that tells us the percentage change that will occur in one variable in response to a 1% increase in the other variable. അപ്പം ഇലാസ്റ്റിസിറ്റി കോൺസെപ്റ്റിൽ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് രണ്ട് വേരിയബിൾസിനെ നമ്മൾ കൺസിഡർ ചെയ്യുക, വേരിയബിൾ എക്സ് ആൻഡ് വേരിയബിൾ വൈ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു 1% ചേഞ്ച്, ഒരു പർട്ടിക്കുലർ വേരിയബിൾ ഉണ്ടാകുന്ന 1% ചേഞ്ച് എത്രമാത്രം റെസ്പോൺസ് അല്ലെങ്കിൽ എത്രമാത്രം ചേഞ്ച് രണ്ടാമത്തെ വേരിയബിളിൽ കൊണ്ടുവരുന്നു, അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുക. അപ്പൊ നമ്മളിവിടെ പല രീതിയിലുള്ള ഇലാസ്റ്റിസിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഇലാസ്റ്റിസിറ്റിനെ നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ്. നമ്മൾ കൺസ്യൂമർ ഡിമാൻഡ് തിയറി അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഇവിടെ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നമ്മൾ രണ്ട് വേരിയബിൾസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പ്രൈസിൽ ഉണ്ടാകുന്ന 1% ചേഞ്ച് എത്രമാത്രം ഇമ്പാക്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ എത്രമാത്രം റെസ്പോൺസ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കൊണ്ടുവരുന്നു, അതിനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നതും ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ്. അപ്പൊ വളരെ ജനറലി ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നുള്ള ആദ്യത്തെ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, രണ്ട് വേരിയബിൾസ് ഉണ്ട്, ആ രണ്ട് വേരിയബിൾസിൽ ഒരു പർട്ടിക്കുലർ വേരിയബിൾ ഉണ്ടാകുന്ന 1% ചേഞ്ച് എത്രമാത്രം ചേഞ്ച് അല്ലെങ്കിൽ എത്രമാത്രം റെസ്പോൺസ് രണ്ടാമത്തെ വേരിയബിളിൽ കൊണ്ടുവരുന്നു, അതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമ്മൾ ഇതിനെ സ്പെസിഫിക്കലി പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡിലേക്കും അപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് കിട്ടുക. For example, the price elasticity of demand measure the sensitivity of quantity demanded to price changes. It tells us what the percentage change in quantity demanded for a good will be following a 1% increase in the price of that good. അപ്പൊ പ്രൈസിൽ ഉണ്ടാകുന്ന 1% ഇൻക്രീസ് എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരുന്നു, അതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുക. അപ്പൊ ഇനി നമുക്ക് ഇലാസ്റ്റിസിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല നമുക്ക് കാണണ്ടേ. The elasticity of a variable x with respect to some other variable y shows the responsiveness or sensitivity of x to change in y. The elasticity of x with respect to y is defined as the ratio of percentage change in x to percentage change in y. Symbolically, percentage change in x divided by percentage change in y. അപ്പൊ നമ്മൾ വളരെ ജനറൽ ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റിയുടെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് വേരിയബിൾ, ഗുഡ് എക്സിനെയും ഗുഡ് വൈയും, അല്ലെങ്കിൽ വേരിയബിൾ എക്സിനെയും വേരിയബിൾ എക്സിനെയും വേരിയബിൾ വൈനെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ രണ്ട് വേരിയബിൾസിൽ നമ്മൾ നോക്കുന്നത് ഈ വൈയിൽ ഉണ്ടാകുന്ന ഒരു 1% ചേഞ്ച് എത്രമാത്രം ചേഞ്ച് എക്സിൽ കൊണ്ടുവരുന്നു അല്ലെ. അപ്പം നമ്മൾ നേരത്തെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും നമ്മൾ കൺസിഡർ ചെയ്തപ്പം നമ്മൾ പറഞ്ഞു പ്രൈസിൽ ഉണ്ടാകുന്ന 1% ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര ചേഞ്ച് കൊണ്ടുവരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എക്സും വൈയും രണ്ട് വേരിയബിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ മേ ബി അത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ആകാം. അപ്പൊ ഇവിടെ നമ്മൾ വൈ എന്ന് പറയുന്നത് എന്നാ പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡാണെന്ന് വിളിക്കാം. അപ്പം ഇവിടെ വൈയിൽ ഉണ്ടാകുന്ന ഒരു 1% ചേഞ്ച് എക്സിൽ എത്രമാത്രം റെസ്പോൺസ് അല്ലെങ്കിൽ ചേഞ്ച് കൊണ്ടുവരുന്ന അറിയാൻ ഇക്വേഷൻ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുക, ഈ റേഷ്യോ എടുത്താൽ മതി, പെർസെന്റേജ് ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ വൈ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഡെൽറ്റ എക്സ് ബൈ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ ബൈ വൈ ആണ്. ഒന്നെങ്കിൽ ഏതാണ് പെർസെന്റേജ് ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ വൈ ആണ്. അതല്ലെങ്കിൽ ഈ ചേഞ്ച് പെർസെന്റേജ് ചേഞ്ച് ഇൻ എക്സിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, ഡെൽറ്റ എക്സ് ബൈ എക്സ് ആണ് അല്ലെ. ഡെൽറ്റ ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡ് ബൈ എക്സ്, അതായത് ഇവിടെ വേരിയബിൾ
എക്സിലുണ്ടായ ചേഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് കാണിക്കുക, ഡെൽറ്റ എക്സ് എന്ന് കാണിക്കുക. ആ ചേഞ്ചിനെ കാണിക്കാനാണ്. എക്സ് അത് എക്സിനോട് എത്ര പെർസെന്റേജ് എന്ന് അറിയാൻ എന്താ ഡിവൈഡ് ബൈ എക്സ് ചെയ്താൽ മതി. ഇനി വൈയിലുണ്ടായ പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിക്കുന്നത് എന്താ ഡെൽറ്റ വൈ എന്നാണ്. അപ്പൊ അതിനെ എന്താണ് വൈ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഡെൽറ്റ എക്സ് ബൈ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ ബൈ വൈ ആണ് ഈ ജനറൽ ആയിട്ട് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിനി സ്പെസിഫിക്കലി എങ്ങോട്ട് വരണം? ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലേക്ക് വരണം. നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ്. അതായത് ഓരോ കമ്മോഡിറ്റീസിന്റെയും ഈ പറയുന്ന പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിലോട് കൺസ്യൂമേഴ്സ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അതിനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പം ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും അതിന്റെ ഡിറ്റർമിനൻസിനെ കുറിച്ചാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. The law of demand states that a fall in the price of a good rises the quantity demanded. The price elasticity of demand measures how much the quantity demanded respond to a change in price. അപ്പം ഇവിടെ ലോ ഓഫ് ഡിമാൻഡിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പ്രൈസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. പ്രൈസ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോളോ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എന്റെ ക്ലാസ്സിൽ ഒരു 3 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഒരു 3 പേര് 3 നേച്ചറുകാരാണ്. ഓക്കെ, കാര്യങ്ങളെ കാണുന്നതും അതിനെ ഹാൻഡിൽ ചെയ്യുന്നതും 3 നേച്ചറിലാണ് ആളുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഒന്നാമത്തെ ആളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അയാൾക്ക് വിഷമാകും. ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും? കരയും. അപ്പൊ ഞാനൊന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അയാൾ ചിലപ്പോൾ കരയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ആളോ അല്ലെങ്കിൽ ചിലരോട് നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർക്ക് വിഷമം വരും, പക്ഷെ അവർ കരയത്തൊന്നുമില്ല. അതെന്താണ്? ഒരു വിഷമം രീതിയിൽ അവരങ്ങ് തീർക്കും, കരയത്തില്ല. മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ദേഷ്യപ്പെട്ടാലും ആൾക്ക് ഒരു കൂസലും കാണത്തില്ല, അല്ലെ? ഒരു മൈൻഡും കാണത്തില്ല. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 3 ആളുകളും റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്, അല്ലെ? ഇവിടെ 3 ആളുകൾക്ക് മേ ബി എന്താണ്, ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ട് ഒരു വിഷമം ഉണ്ടാകണമെന്നില്ല. മൂന്നാമത്തെ ആളിന് ഒരു കൂസലും ഇല്ല, ആദ്യത്തെ 2 പേർക്കും വിഷമം ഉണ്ടായി. അപ്പം ഇവിടെ ഞാൻ ചെയ്ത ഒരു ആക്ടിലേക്ക് 3 ആളുകളും റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് 3 രീതിയിലാണ്, അല്ലെ? അപ്പൊ ഇവിടെ ഈ 3 രീതിയിൽ ആളുകൾ റെസ്പോണ്ട്, ഓരോരുത്തരുടെയും ഇന്റൻസിറ്റിയും ഡിഫറെന്റ് ആണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ഈ എത്രമാത്രമാണ് അല്ലെങ്കിൽ എത്രമാത്രം എഫക്റ്റ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം റെസ്പോൺസ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം റെസ്പോൺസീവ് ആണ് ഈ ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റേ വേരിയബിൾ ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് മേ ബി സം ഗുഡ്സിനോട് എന്തായിരിക്കും? വളരെ കാര്യമായിട്ട് അഫക്ട് ചെയ്തിരിക്കും, പക്ഷെ ചില ഗുഡിനോട് കാര്യമായിട്ട് അഫക്ട് ചെയ്യത്തില്ലായിരിക്കും. അപ്പം ഇതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുക. അപ്പൊ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബേസിക്കലി എന്താണ്? ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റില് ഈ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രമാത്രം ഇമ്പാക്ട് അല്ലെങ്കിൽ എത്രമാത്രം റെസ്പോൺസ് അല്ലെങ്കിൽ എത്രമാത്രം സെൻസിറ്റിവിറ്റി ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. The demand for a good is said to be elastic if the quantity demand responds substantially to changes in the price. അപ്പം പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ കാര്യമായിട്ട് അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ഇലാസ്റ്റിക് ആണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണെന്ന് പറയും. അതായത് പ്രൈസിലുണ്ടായ വേരിയേഷൻ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ കാര്യമായിട്ട് അഫക്ട് ചെയ്തു, അതെന്താണ്? ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇനി ഇൻഇലാസ്റ്റിക് എന്താണ്? ഡിമാൻഡ് ഈസ് സെഡ് ടു ബി ഇൻഇലാസ്റ്റിക് if the quantity demand responds only slightly to changes in the price. അപ്പൊ പ്രൈസിലുണ്ടായ ചേഞ്ച് കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പം നമ്മൾ വളരെ ജനറൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇലാസ്റ്റിക് ഇൻഇലാസ്റ്റിക് എന്നാ പറയുക. അപ്പൊ നമ്മൾ ഇതിന്റെ ഇനി ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പുറകെ കാണും. അപ്പൊ ഇവിടെ ജനറലി നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഇവിടെ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ കാര്യമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? ഞാൻ ആദ്യത്തെ കേസ് പറഞ്ഞു, ഏതാണ്? ഞാൻ ദേഷ്യപ്പെട്ട ആദ്യത്തെ ആൾ എന്ത് ചെയ്തു? അയാൾക്ക് ഭയങ്കര വിഷമമായി, അയാൾ കരഞ്ഞു, അല്ലെ? അപ്പൊ അയാൾ എന്താണ്? അതിനോട് കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്തു, അല്ലെങ്കിൽ അയാൾക്ക് കാര്യമായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി എന്റെ ഒരു ആക്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് എന്ന് വിളിക്കുക. ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? പ്രൈസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. മേ ബി രണ്ടാമത്തെ ആളോ മൂന്നാമത്തെ ആളോ നമുക്ക് അതിനെ പറയാം. രണ്ടാമത്തെ ആൾക്ക് വിഷമം ഉണ്ടായി, പക്ഷെ അയാൾ കരയോ കാര്യങ്ങളോ. മൂന്നാമത്തെ ആൾക്ക് വിഷമം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു കേൾക്കുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇത് വരും, പക്ഷെ കാര്യമായിട്ട് അയാൾക്ക് വിഷമമൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൻഇലാസ്റ്റിക് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി
ഈ പറയുന്ന ഇലാസ്റ്റിസിറ്റിയുടെ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ മേജർ ആയിട്ടുള്ള ഡിറ്റർമിനൻസ് ആണ് നേച്ചർ ഓഫ് ദി കമ്മോഡിറ്റി. അപ്പം ഈ കമ്മോഡിറ്റിയുടെ നേച്ചർ അനുസരിച്ച് ഇലാസ്റ്റിസിറ്റിയിൽ ഡിഫറൻസ് വരാം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ നെസസിറ്റിക്ക് ഒരു രീതിയിലായിരിക്കും, ലക്ഷറിക്ക് ഒന്നായിരിക്കും, ഇനി നമ്മളിനി പുറകെ പഠിക്കും ഇൻഫീരിയർ ഗുഡ്, ഗിഫൺ ഗുഡ് ഒക്കെ. അപ്പം ഈ ഓരോ ഗുഡിന്റെയും നേച്ചർ അനുസരിച്ച് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഈ നെസസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഈ സോൾട്ട് പോലുള്ള കാര്യങ്ങളില്ല. അപ്പൊ സോൾട്ട് പോലുള്ള കാര്യങ്ങൾ എന്താ, നമ്മുടെ നെസസിറ്റീസ് ആണ്. അപ്പം ഈ സോൾട്ട് പോലുള്ള പ്രൊഡക്റ്റുകൾക്ക് ഇലാസ്റ്റിസിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം എന്താ, പ്രൈസിൽ എത്ര വേരിയേഷൻ വന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന ആ ക്വാണ്ടിറ്റി നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ. അപ്പൊ അതിനെയാണ് നമ്മൾ നെസസിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്, നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പം നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത ടീ, കോഫിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള ജ്യൂസുകളുണ്ട് അല്ലെ, പെപ്സി ഉണ്ട്, കൊക്കോകോള ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ പല രീതിയിലുള്ള കോൾഡ് ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാട് അവൈലബിൾ ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. കാരണം എന്താ, പ്രൈസ് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ എങ്ങോട്ട് പോയും, മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിലേക്ക് പോകും. ഇനി പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ നമ്പർ കൂടുതലാണ്, കമ്പാരിറ്റീവ്ലി പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇനി മൂന്നാമത്തെ എന്താണ്, പ്രൈസ് ലെവൽ ഓഫ് എ കമ്മോഡിറ്റി. ഓരോ കമ്മോഡിറ്റിയുടെയും പ്രൈസിന്റെ ലെവൽ എത്രമാത്രമാണ് ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്നുള്ളതും എന്ത് ചെയ്യാം, ഈ ഇലാസ്റ്റിസിറ്റിനെ അഫക്ട് ചെയ്യാനാണ്. ദ ലെവൽ ഓഫ് പ്രൈസ് വിൽ ഓൾസോ ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എ കമ്മോഡിറ്റി പ്രൈസ്ഡ് ഹൈ വിൽ ഹാവ് എ higher elasticity of demand and a low priced commodity will have a lower elasticity. അപ്പം ഇങ്ങനെ ഏതാണ് മേജർ ആയിട്ട് 3 ഡിറ്റർമിനൻസ് ആണ് നമ്മൾ പറയുന്നത്. നേച്ചർ ഓഫ് ദി കമ്മോഡിറ്റി, ദെൻ രണ്ടാമത്തത് നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ദെൻ പ്രൈസ് ലെവൽ ഓഫ് എ കമ്മോഡിറ്റി. ഇങ്ങനെ 3 ഡിറ്റർമിനൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട്. ഇതല്ലാതെ മറ്റ് ഡിറ്റർമിനൻസ് നമ്മൾ ഇനി കൂടുതൽ അനാലിസിസിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണും. പക്ഷെ ഇവിടെ നമ്മൾ മേജർ ഡിറ്റർമിനൻസ് ആയിട്ട് കാണുന്നത് ഈ 3 കാര്യങ്ങളെയാണ്. ഓക്കെ, ഇനി ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല, നമ്മൾ ഓൾറെഡി ഇലാസ്റ്റിസിറ്റിയുടെ ഫോർമുല നമ്മൾ കണ്ടു അല്ലെ, പെർസെന്റേജ് ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ വൈ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരുന്നു, നമ്മളിവിടെ ഏതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സും വൈയും ഏതാണ്, എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്, വൈ എന്ന് പറയുന്നത് പ്രൈസ് ആണ്. പ്രൈസിൽ ഉണ്ടാകുന്ന 1% ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്രമാത്രം ചേഞ്ച് കൊണ്ടുവരുന്നു, അതല്ലേ നമ്മുടെ എന്ത് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഫോർമുല നമ്മൾ നോക്കാം, പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പൊ പ്രൈസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വേരിയേഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നിങ്ങൾ എക്കണോമെട്രിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ പ്രൈസ് എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്ത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡാണ്. അപ്പം ഈ പ്രൈസിനെയാണ് നമ്മൾ എവിടെ അസൈൻ ചെയ്യുക, ഡിനോമിനേറ്ററിൽ നമ്മൾ അസൈൻ ചെയ്യുക. പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ് ഡിനോമിനേറ്ററിൽ വരിക. ഇനി ന്യൂമറേറ്ററിലാണ് എന്ത് വരിക, പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് വരിക. അപ്പൊ ആ ഇക്വേഷനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ബൈ പി. അപ്പം നമ്മൾ നേരത്തെ അവിടെ എഴുതിയിരുന്നു, ഏതായിരുന്നു അവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു വരുന്നു, ഏതാണ് ഡെൽറ്റ എക്സ് ബൈ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ ബൈ വൈ എന്നാ പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ പറയുന്ന എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ഈ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡ് ബൈ പ്രൈസ്, ഇങ്ങനെ ചെയ്താൽ മതി. ആ ഇക്വേഷനെ തന്നെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുല ഇതിനെ ഒന്ന് ഏതാണ്, ഇങ്ങനെ തന്നിരിക്കുന്ന ഇക്വേഷൻ ചെയ്യണത് ഈ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതാണ് നമ്മൾ ഏതാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വഴി ചെയ്താ. ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് ഫ്രാക്ഷൻസ് തന്നു രണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ഡിനോമിനേറ്റർ ഉള്ളതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. അപ്പൊ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് എഴുതാം. അപ്പൊ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ, ഒന്നെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, അതല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇത് മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഈ പറയുന്ന മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രോബ്ലംസ് വരാം, ഈ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് വരാം. അപ്പം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഒന്നെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്,
അതല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, suppose that a 10% increase in the price of an ice cream cone causes the amount of ice cream you buy to fall by 20%. We calculate our elasticity of demand is equal to 20% divided by 10% equal to 2. അപ്പൊ ഇവിടെ നമുക്ക് എന്താ പെർസെന്റേജ് ചേഞ്ചില്ല, ഇവിടെ ഡയറക്ട്ലി പെർസെന്റേജ് ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്ട്ലി അപ്ലൈ ചെയ്താൽ മതി. ചില സമയത്ത് പെർസെന്റേജ് ചേഞ്ച് എത്രയാന്ന് പറയത്തില്ല, എത്രയാണ് ക്വാണ്ടിറ്റി എത്രയും എത്രയോട്ട് ചേഞ്ച് ചെയ്തെന്നേ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ആ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. എത്രയാ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ 20% ചേഞ്ച് ആ വന്നത്. എപ്പോ 10% ചേഞ്ച് പ്രൈസിൽ വന്നപ്പം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ 20% ചേഞ്ച് വന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്, പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. അപ്പൊ 20% ഡിവൈഡ് ബൈ 10% ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഇൻ ദിസ് എക്സാമ്പിൾ the elasticity is 2, reflecting that the change in the quantity demanded is proportionately twice as large as the change in the price. Because the quantity demanded of a good is negatively related to its price, the percentage change in quantity will always have a opposite sign as the percentage change in the price. This is, in this example, the percentage change in price is a positive 10% and the percentage change in quantity demanded is a negative 20%. For this reason, the price elasticity of demand are sometimes reported as negative numbers. The common practice of dropping the minus sign and reporting all the price elasticities of demand as positive numbers, which is absolute values. With this conversion, a larger price elasticity implies a larger responsiveness of quantity demanded to change in the price. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ നമ്മുടെ ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ, ഇവിടെ പ്രൈസിൽ ഉണ്ടാകുന്ന 10% ഇരട്ടി എഫക്റ്റ് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കൊണ്ടുവന്നത്. അപ്പൊ നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡിൽ ഈ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡിനും തമ്മിലൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പാ പറയുക, അല്ലെ, ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാ പറയുക. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ട് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് സൈനിലാണ് കാണിക്കുക, അല്ല നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആ പ്രൈസും ക്വാണ്ടിറ്റിയും ഉള്ള. എല്ലാ ഇലാസ്റ്റിസിറ്റി അങ്ങനെയല്ല. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ലോ ഓഫ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു നെഗറ്റീവ് ചേഞ്ചാ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഈ ഇലാസ്റ്റിസിറ്റി എപ്പോഴും എന്തായിരിക്കും, ഒരു നെഗറ്റീവ് സൈൻ ആയിരിക്കും. ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ല, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓൾവേസ് നെഗറ്റീവ് സൈൻ ആയിരിക്കും. അത് ഡിഫോൾട്ട് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് അബ്സല്യൂട്ട് വാല്യൂവിനെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് 2 കാണിച്ചിട്ടുള്ളൂ. ആക്ച്വലി അതിന്റെ മീൻ എന്താ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവിലായിരിക്കും, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ടാണ് അത് അവിടെ റൈറ്റ്. അപ്പം അബ്സല്യൂട്ട് ടേംസ് നമ്മൾ ഇലാസ്റ്റിസിറ്റി കാണിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓൾവേസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. Then when the price elasticity is greater than 1 in magnitude, we say that demand is price elastic because the percentage decline in the quantity demanded is a greater than the percentage increase in the price. If the price elasticity is less than 1 in magnitude, demand is said to be price inelastic. അപ്പൊ ഓൾറെഡി നമ്മൾ കണ്ട ഇലാസ്റ്റിക് ഡിമാൻഡും ഇൻഇലാസ്റ്റിക് ഡിമാൻഡും. അപ്പം ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ എന്താണ്, ഇവിടെ ഇരട്ടിയാണ്. പ്രൈസിൽ ഉണ്ടായ ഒരു 10% ചേഞ്ച്, അതിന്റെ ഇരട്ടി ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കൊണ്ടത്. അപ്പം ഗ്രേറ്റർ ദാൻ 1 ആണ് ഇവിടെ ഇലാസ്റ്റിസിറ്റി, അല്ലെ. ഇലാസ്റ്റിസിറ്റി എത്രയാ, 2 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഏതൊരു സാഹചര്യത്തിലും അവിടുത്തെ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, അവിടുത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിക് ആണെന്ന് പറയും. ഇനി ഇവിടെ ലെസ് ദാൻ പ്രൊപ്പോർഷണൽ ആണ്, അതായത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ ലെസ് ദാൻ പ്രൊപ്പോർഷണലി ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡില് ചേഞ്ച് സംഭവിച്ചെങ്കിൽ അതെന്താണ്, പ്രൈസ് ഇൻഇലാസ്റ്റിക് ആണെന്ന് പറയും. ഇനി അതുപോലെ തന്നെ ജനറൽ ടേംസ് കമ്മോഡിറ്റിനെ ബേസ് ചെയ്തിട്ട് പറയാം. ഇൻ ജനറൽ ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി അവൈലബിലിറ്റി ഓഫ് ദി അതർ ഗുഡ് that can be substituted for it. When there are close substitute, a price increase will cause the consumer to buy less of the good and more of the substitute. Demand will then be highly price elastic. When there are no close substitute, demand will tend to be price inelastic. അപ്പം ഇവിടെ
ഓരോ കമ്മോഡിറ്റിക്കും സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൂടുതലാണെങ്കിൽ അവിടുത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട്സ് കുറവാണ്, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റുകൾക്ക് പകരം നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ടിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും കമ്മോഡിറ്റി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലാത്ത കമ്മോഡിറ്റീസിന് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രൈസ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള കമ്മോഡിറ്റിക്ക് കമ്പാരിറ്റീവ്ലി ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. ഇത്രയും കോൺസെപ്റ്റുകളാണ് പറഞ്ഞത്. ഇനി നമുക്ക് കാണേണ്ടത്, ഇനി നിങ്ങൾ അങ്ങോട്ട് മുഴുവനായിട്ടും പഠിക്കുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കർവുകളുടെ സ്ലോപ്പ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മൾ വളരെ ജനറൽ ആയിട്ട് എന്താണ് ഇലാസ്റ്റിക്കും എന്താണ് ഇൻഇലാസ്റ്റിക് എന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഇത് ജനറൽ ഒരു ഐഡിയ ഉണ്ട്. അതായത് ഈ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയാൽ അതെന്താ? ഇലാസ്റ്റിക് ആണ്. ഇനി പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ അതെന്താണ്? ഇൻഇലാസ്റ്റിക് ആണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള വളരെ ജനറൽ ആയിട്ടുള്ള രണ്ട് സെപ്പറേഷൻ. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കാം. The elastic demand is a economic situation where the demand for a product or service changes compared to a change in its price. In simpler terms, if the price of something goes up or down, the amount people are willing or able to buy changes a lot. അപ്പൊ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരും എപ്പോൾ? പ്രൈസിൽ ഒരു ചെറിയ പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായാൽ പോലും. അതിനെയാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുക. ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ എന്താണ്? It refers to a situation where the demand for a product or service changes very little in response to change in its price. This means that even if the price goes up or down, the quantity of the product that people buy doesn't change much. Inelastic demand is often observed in the product or services that are considered necessities or have a fewer substitute available. അപ്പം പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാര്യമായിട്ടുള്ള ഇമ്പാക്ട് അവിടെ കൊണ്ടുവരുന്നില്ലെങ്കിൽ അതെന്താണ്? ഇൻഇലാസ്റ്റിക് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ കർവിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ കർവുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന രണ്ട് കൈൻഡ് ഓഫ് കർവുകളാണ്. അപ്പൊ ആദ്യത്തെ കർവ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കർവ് നോക്കുക. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പ്രൈസ് 10% കൂടിയപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണ് ഡിക്രീസ് ചെയ്തത്? 20% ഡിക്രീസ് ചെയ്തു. അതായത് ഇവിടെ നോക്കുക, കർവ് ഒരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ലോ ഓഫ് ഡിമാൻഡിൽ അങ്ങനെയാണ്. ഡിമാൻഡ് കർവ് എന്തായിരിക്കും? നോർമൽ ഗുഡ്സിന്റെ കേസിലെല്ലാം ഡിമാൻഡ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. അപ്പം പ്രൈസ് 10% റൈസ് ചെയ്തപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? 20% ക്വാണ്ടിറ്റി ഡിമാൻഡ് റെഡ്യൂസ് ചെയ്തു അല്ലെ. 20% റെഡ്യൂസ് ചെയ്തു. ഇനി രണ്ടാമത്തെ കർവ് നോക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിലെ കർവ്. ഇവിടെ എന്താ സംഭവിച്ചേ? പ്രൈസ് 10% റൈസ് ചെയ്തു, പക്ഷെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 4% ഡിക്രീസ് ചെയ്തിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രൈസിനോട് ക്വാണ്ടിറ്റി ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ റെസ്പോണ്ട് ചെയ്തതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. ആ റെസ്പോണ്ട് ചെയ്തതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലെ. ആദ്യത്തേത് എന്താണ്? 10% റൈസ് വന്നപ്പോൾ 20% ഡിക്രീസ് സംഭവിച്ചു അല്ലെ. അപ്പം ഇതെന്താണ്? ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇനി രണ്ടാമത്തെ എന്താണ്? പ്രൈസ് 10% തന്നെയാണ് റൈസ് ചെയ്തത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ആ 10%നോട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടല്ല, ലെസ് ദാൻ പ്രൊപ്പോർഷനലി ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുക. അപ്പൊ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചോർക്കുക. ഈ രണ്ട് കർവുകൾ നിങ്ങൾ കമ്പയർ ചെയ്യുന്നു അല്ലെ. ഈ രണ്ട് കർവുകൾ കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ഇവിടെ ഫ്ലാറ്റർ ആയിട്ട് വരുന്ന ഒരു കർവ് എന്താ? കൂടുതൽ ഫ്ലാറ്റ് ആയിരിക്കുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കർവ് അല്ലേ, ഫ്ലാറ്റ് ആയിരിക്കുന്നത്. ഇനി ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ കർവിന്റെ പ്രത്യേകത എന്താ? ഈ ലെഫ്റ്റിനെ അപേക്ഷിച്ച് റൈറ്റിൽ എന്താണ്? കമ്പാരിറ്റീവ്ലി സ്റ്റീപ്പർ ആണ് അല്ലെ. അപ്പം ഒരു കർവ് ഫ്ലാറ്റ് ആകുന്ന അനുസരിച്ച് അതിന്റെ ഇലാസ്റ്റിസിറ്റി കൂടും അല്ലെ. ഏതൊരു കർവും ഫ്ലാറ്റ് ആകുന്ന, അതായത് എത്രമാത്രം ഫ്ലാറ്റ് ആകുന്നു അത്രമാത്രം അതെന്തായിരിക്കും? ഇലാസ്റ്റിസിറ്റി കൂടുമായിരിക്കും. ഇനി ഒരു കർവ് സ്റ്റീപ്പർ ആകുന്നതനുസരിച്ച് അതെന്താണ്? ഇലാസ്റ്റിസിറ്റി കുറയുവാണ്, ഇൻഇലാസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ഫ്ലാറ്റർ ഡിമാൻഡ് കർവ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? അവിടെ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ആയിരിക്കും. ഒരു സ്റ്റീപ്പർ കർവ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഇലാസ്റ്റിസിറ്റി കമ്പാരിറ്റീവ്ലി ലെസ്സർ ആയിരിക്കും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം നമ്മൾ ഇനി ISLM അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ പല തിയറീസിലും ഒക്കെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു ഫ്ലാറ്റർ ഡിമാൻഡ് കർവ് ആണ്, ഫ്ലാറ്റ് ആണ്
ഡിമാൻഡ് കർവ് എങ്കിൽ അവിടെ എന്താ ഇലാസ്റ്റിസിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അത് ഡിമാൻഡ് കർവ് അല്ല, ഏത് കർവ് ആണെങ്കിലും ഇലാസ്റ്റിസിറ്റി കൂടുന്നത് എന്താണ് ഫ്ലാറ്റ് ആവുമ്പോഴാണ്. ഇനി ഇലാസ്റ്റിസിറ്റി കുറയുന്ന എപ്പോഴാണോ ഒരു കർവ് സ്റ്റീപ്പർ ആകുന്നത്. അപ്പൊ ഒരു കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ സ്റ്റീപ്പർ കർവുകൾക്ക് ഇലാസ്റ്റിസിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, ഫ്ലാറ്റർ കർവിന് ഇലാസ്റ്റിസിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് ആണ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് occur when a percentage change in quantity demanded of a product or service is exactly equal to the percentage change in its price. This means that any change in the price lead to an equal proportional change in the quantity demanded. അപ്പൊ പ്രൈസിലുണ്ടായ എത്ര ചേഞ്ച് ആണോ 1% ചേഞ്ച് എക്സാക്ട് ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന്, യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കാം, പ്രൈസ് 10% റൈസ് ചെയ്തു, ക്വാണ്ടിറ്റി ഡിമാൻഡ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് എത്രയാ? 10% തന്നെ. അതായത് പ്രൈസിലുണ്ടായ അതേ പെർസെന്റേജ് ചേഞ്ച് തന്നെ അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂണിറ്ററി ഇലാസ്റ്റിക്. പ്രൈസ് 1% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം പെർസെന്റേജ് തന്നെ എന്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യുന്നു അല്ലെ? ലോ ഓഫ് ഡിമാൻഡ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇതിനെയാണ് യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് വിളിക്കുക. ഇനി നമ്മൾ രണ്ട് എക്സ്ട്രീം കേസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് നമ്മൾ പറയുമ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡിന് കമ്പാരിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ റെസ്പോണ്ട് ചെയ്തതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇമ്പാക്ട് അല്ലെങ്കിൽ റെസ്പോൺസ് കുറച്ച് ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഇൻഇലാസ്റ്റിക് ഇലാസ്റ്റിക്. ഇനി രണ്ട് എക്സ്ട്രീം സിറ്റുവേഷൻസ് ആണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് നോക്കാം. The perfectly inelastic demand describes a situation where the demand for a product or services remain constant regardless of the change in its price. This means that no matter how much the price goes up or down, the quantity demanded stay exactly the same. In a graph of demand versus price, perfectly inelastic demand is represented by a vertical line indicating that the demand does not change as the price changes. അപ്പം പ്രൈസിൽ എത്ര ചേഞ്ച് വന്നാലും, അത് ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും, ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അത് കാര്യമായിട്ട് ഒന്നും അഫക്ട് ചെയ്തില്ല, ഒരു രീതിയിലും അഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് അതിനെ നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. അതായത് പ്രൈസ് എത്ര കൂടുകയോ കുറഞ്ഞോ ചെയ്തോട്ടെ, നോ മാറ്റർ, അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല, അതിനെയാണ് നമ്മൾ വിളിക്കുക പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പുറത്ത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പുറത്ത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പ്രൈസിൽ ചേഞ്ച് വന്നിരിക്കുന്നത് ലെസ് ദാൻ പ്രൊപ്പോർഷണൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് ഇൻഇലാസ്റ്റിക്കില്, പക്ഷെ കാര്യമായിട്ടുള്ള ഇമ്പാക്ട്, ഒരു മൈന്യൂട്ട് ഇമ്പാക്ട്, അതിനെയാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുക. പക്ഷെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ എന്താ? ഒരു തരി പോലും അല്ലെങ്കിൽ ഒരു സ്മോൾ പെർസെന്റേജ് പോലും ഈ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. അങ്ങനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന്. ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ എന്താ പ്രശ്നം? എ ഗുഡ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് if the price elasticity is infinite, if the demand changes substantially even with minimal price changes. ഒരു ചെറിയ പെർസെന്റേജ് ചേഞ്ച് പ്രൈസ് സംഭവിച്ചാലും ഡിമാൻഡിനെ കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുക. അപ്പൊ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഒരു മിനിമം ഒരു 1% ഇൻക്രീസ് ചെയ്ത ക്വാണ്ടിറ്റി ഡിമാൻഡ് 0, അതായത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുക. അപ്പൊ ഇതാണ് രണ്ട് എക്സ്ട്രീം സിറ്റുവേഷൻസ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡും. അപ്പം ഈ രണ്ട് എക്സ്ട്രീം സിറ്റുവേഷൻസിനെ നമ്മൾ കാണിക്കുന്ന ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും അല്ലെ? ഏറ്റവും ഫ്ലാറ്റർ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ അതെന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇനി വെർട്ടിക്കൽ ലൈൻ ആയിട്ടുള്ളതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് പ്രൈസിലുണ്ടാകുന്ന ഒരു ചേഞ്ചും ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുക. അപ്പം ഈ രണ്ട് എക്സ്ട്രീം സിറ്റുവേഷൻസിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുക. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ ഈ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ ആയിരിക്കും. ഇലാസ്റ്റിക് ആണെങ്കിൽ ഡിമാൻഡ് കർവ് കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റർ ആയിരിക്കും. ഇനി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി സ്റ്റീപ്പർ ആയിരിക്കും ഡിമാൻഡ് കർവ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറ്റ് തിയറീസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്.
യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അത് ഈ പറയുന്ന കർവുകളുടെ സ്ലോപ്പും അതിന്റെ ഫ്ലാറ്റ് സ്റ്റീപ്പ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ മെത്തേഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.